ഏവർക്കും സുപ്രഭാത്. യാക്കോബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തെ സ്ഥലം ബേഥേലാണ്, ദൈവത്തിന്റെ ഭവനം, ദ ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു സ്ഥലമാണ് പെനിയൽ. ആ പെനിയൽ എന്ന വാക്കിന്റെ അർത്ഥം ദ ഫേസ് ഓഫ് ഗോഡ് എന്നാണ്. ഈ രണ്ട് സ്ഥലങ്ങളും തീർച്ചയായിട്ടും യാക്കോബിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ്. എന്നാൽ രണ്ടാമത്തെ സ്ഥലത്തിൽ പെനിയൽ എന്ന് പറയുന്ന സ്ഥലം യാക്കോബ് തന്നെ ആരാണെന്ന് സമ്മതിക്കുന്ന ഇടമാണ്. യാക്കോബ് വിളിച്ചു പറയുകയാണ് ദൈവത്തിന്റെ ദൂതനോട്, ഞാൻ യാക്കോബാണ്, ഞാനൊരു ഉപായിയാണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ താൻ ചെയ്ത സകല തെറ്റിനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യാക്കോബിനെ കാണാൻ കഴിയുന്നത്. അവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ആരംഭിക്കുവാനും തുടങ്ങി. യാക്കോബ് എപ്പോഴാണോ ഞാൻ യാക്കോബാണ്, ഞാനൊരു ഉപായിയാണ് എന്ന് ദൂതന്റെ മുമ്പാകെ സമ്മതിച്ചത്, ആ സമ്മതിച്ചതിന് ശേഷം യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായിരിക്കുന്ന പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നാം ആരാണെന്ന്, നമ്മുടെ അകമയുള്ള അന്തരീക്ഷം എന്താണെന്ന് പരിപൂർണമായിട്ട് സമ്മതിക്കുന്ന പക്ഷം അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം ആരംഭിക്കുകയാണ്. ഇന്ന് പകലിൽ നമ്മുടെയും ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം അതെന്താണെന്ന് ദൈവമുമ്പാകെ സമ്മതിക്കുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. അനുഗ്രഹം നമ്മുടെ തൊട്ടുമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഇന്ന് പകലിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.